പ്രിയമുള്ളവരെ, ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. 2026 ശനിമാറ്റം ചില രാശിക്കാരെ വാഴുന്നവരാക്കും, മറ്റു ചിലരെ വീഴുന്നവരും. നിങ്ങളുടെ രാശി ശനി വിതയ്ക്കുന്നത് എന്താണ് എന്നാണ് ഈ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഭാഗ്യദേവത കനിയുമോ അതോ കണ്ടകശനി തളർത്തുമോ? 2026 ഈ രാശിക്കാർക്ക് കാത്തിരിക്കുന്നത് എന്താണ്? ഭാരതീയ ജ്യോതിഷത്തിൽ കാലപുരുഷന്റെ കർമ്മഫലദാതാവ് എന്നാണ് ശനി അറിയപ്പെടുന്നത്. ആകാശം തൊട്ടു നിൽക്കുന്ന സൗരയൂഥത്തിലെ ഈ മന്ദഗതിക്കാരൻ ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് നീങ്ങുമ്പോൾ ഭൂമിയിലെ മനുഷ്യ ജീവിതങ്ങളിൽ വലിയ വിപ്ലവങ്ങളാണ് സംഭവിക്കുന്നത്. പലരും ഭീതിയോടെ കാണുന്ന ശനിദശ സത്യത്തിൽ ഒരു ശിക്ഷയല്ല, മറിച്ച് ജീവിതത്തെ ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയാണ്. ഈ വർഷത്തെ ശനിചാര ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചിലർക്ക് ഇത് ഉയർച്ചയുടെയും മറ്റു ചിലർക്ക് കഠിനമായ പരീക്ഷണങ്ങളുടെയും കാലമാണ്. പുരാണങ്ങളിൽ സൂര്യപുത്രനായ ശനിയെ നീതിയുടെ ദേവനായാണ് സങ്കല്പിച്ചിരിക്കുന്നത്. നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൃത്യമായ ഫലം നൽകുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ റോളാണ് ശനിക്കുള്ളത്. ശാസ്ത്രീയമായി നോക്കിയാൽ ഭൂമിയിൽ വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന ശനിയുടെ കാന്തിക വലയവും ഗുരുത്വാകർഷണവും മനുഷ്യന്റെ സൂക്ഷ്മ ശരീരത്തെ സ്വാധീനിക്കുന്നു എന്ന് ജ്യോതിഷം നിരീക്ഷിക്കുന്നു. 7.5 വർഷം നീണ്ടു നിൽക്കുന്ന 7.5 ശനിയും ജീവിതത്തിൽ വിവിധ ഘട്ടങ്ങളിൽ വരുന്ന കണ്ടകശനിയും ഒരാളെ മാനസികമായും ശാരീരികമായും പാകപ്പെടുത്താനാണ് വരുന്നത്. രാശിചക്രത്തിലെ ശനി ആർക്കൊക്കെയാണ് ഇപ്പോൾ കഠിനകാലമായി വരുന്നത്? നിലവിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ശനി വിവിധ രാശികളിൽ ചെലുത്തുന്ന സ്വാധീനം താഴെ പറയുന്ന രീതിയിൽ തരംതിരിക്കാം. 7.5 ശനിയിൽ വലയുന്നവർ മേടം, കുംഭം രാശിക്കാരാണ്. ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 12, 1, 2 ഭാവങ്ങളിലൂടെ ശനി സഞ്ചരിക്കുന്ന കാലയളവാണിത്. മേടൻ രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഇപ്പോൾ 7.5 ശനി ആരംഭിച്ചിരിക്കുകയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടുന്ന സമയമാണത്. കുംഭം രാശിയിലെ അവിട്ടം, ചതയം, പൂരുരുട്ടാതി സ്വന്തം രാശിയിലൂടെ സഞ്ചരിക്കുന്ന ശനി ജന്മശനിയുടെ കാഠിന്യം ഇവർ അനുഭവിക്കുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച അരുത്. മീനൻ രാശി നക്ഷത്രക്കാരായ പൂരുരുട്ടാതി, കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് 7.5 ശനി അതിന്റെ മധ്യമഘട്ടത്തിലാണ്. മാനസികമായ സമ്മർദ്ദവും അനാവശ്യ ഭീതിയും ഇവരെ അലട്ടിയേക്കാം. കണ്ടകശനി മൂലം ജീവിതം പരീക്ഷിക്കപ്പെടുന്നവർ. ചന്ദ്രരാശിയുടെ 4, 7, 10 ഭാവങ്ങളിൽ നിൽക്കുന്ന ശനി കണ്ടകശനി എന്ന് വിളിക്കുന്നത്. കണ്ടക എന്ന് പറഞ്ഞാൽ മുള്ള്. ഇത് മുള്ളു പോലെ വേദനിപ്പിക്കും എന്നാണ് വിശ്വാസം. മിഥുനൻ രാശിയിലെ മകൈരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർക്ക് 10ാം ഭാവത്തിലാണ് ശനി. ഇത് തൊഴിൽ മേഖലയെ നേരിട്ട് ബാധിക്കും. ജോലിയിൽ അസംതൃപ്തിയോ മാറ്റങ്ങളോ സംഭവിക്കാം. അടുത്ത രാശി കന്നി രാശിയിലെ ഉത്രം, അത്തം, ചിത്തിര 7ാം ഭാവത്തിലെ ശനി ദാമ്പത്യ ജീവിതത്തിലും ബിസിനസ് പങ്കാളികൾക്കിടയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കും. വിട്ടുവീഴ്ചയാണ് ഏക പരിഹാരം. ധനുരാശിയിലെ മൂലം, പൂരാടം, ഉത്രാടം 4ാം ഭാവത്തിലെ ശനി മാതൃസൗഖ്യത്തെയും വാഹന ഗൃഹ സംബന്ധമായ കാര്യങ്ങളെയും ബാധിക്കാം. ഈ രാശികൾക്ക് പുറമെ ശ്രദ്ധിക്കേണ്ട രാശികളും നക്ഷത്രങ്ങളും താഴെ പറയുന്നവയാണ്. മറ്റു ചില രാശിക്കാർക്കും ശനിയുടെ ഈ മാറ്റം നിർണായകമാണ്. ഇടവൻ രാശിയിലെ കാർത്തിക, രോഹിണി, മകയിരം ഇവർക്കിപ്പോൾ ശനി അല്പം ആശ്വാസകരമായി നിലയിലാണെങ്കിലും അഷ്ടമ ശനിയിലേക്ക് അടുക്കുന്നതിനാൽ ദീർഘകാല നിക്ഷേപങ്ങൾ ശ്രദ്ധിച്ചു വേണം ചെയ്യേണ്ടത്. ചിങ്ങൻ രാശിയിലെ മകം, പൂരം, ഉത്രം ശനി 7ാം ഭാവത്തിൽ ദൃഷ്ടി പതിപ്പിക്കുന്നതിനാൽ ശത്രുദോഷം ഏറാൻ സാധ്യതയുണ്ട്. എന്നാൽ കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കും. വൃശ്ചികൻ രാശിയിലെ വിശാഖം, അനിഴം, തൃക്കേട്ട അർദ്ധാഷ്ടമ ശനിയുടെ ഫലങ്ങൾ ഇവർ അനുഭവിക്കുന്നുണ്ടാകും. കുടുംബാംഗങ്ങളുടെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കുക. ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ശനി എപ്പോഴും നാശം വിതയ്ക്കുന്നു എന്നതാണ്. വാസ്തവത്തിൽ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ കണ്ടകശനി കാലത്തും ഒരാൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ശനി ദോഷ സ്ഥാനത്ത് നിൽക്കുമ്പോൾ പലർക്കും അന്യനാട്ടിൽ പോയി വലിയ സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കാറുണ്ട്. ശനി ഭൗതിക സുഖങ്ങളിൽ നിന്ന് നമ്മെ അകറ്റുമ്പോൾ അത് ആത്മീയമായ വലിയ തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കുന്നു. ചിലപ്പോൾ കഠിനമായ സ്ഥലങ്ങളിലേക്കുള്ള മാറ്റം ഭാവിയിൽ വലിയ പ്രമോഷനുകൾക്ക് കാരണമാകാറുണ്ട്. ഈ ദുരിതങ്ങളൊക്കെ മറികടക്കാൻ പരിഹാര മാർഗങ്ങൾ ഇവയൊക്കെയാണ്. ശനിദോഷം കുറയ്ക്കാൻ ഭക്തിയും കർമ്മശുദ്ധിയും അനിവാര്യമാണ്. ഒന്നാമതായി വേണ്ടത് ശാസ്താഭജനമാണ്. ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക, നീരാഞ്ജനം വഴിപാടായി കഴിക്കുക. രണ്ടാമത് ദാനം.
എള്ള്, കറുത്ത വസ്ത്രം, എണ്ണ എന്നിവ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് ശനിയെ പ്രീതിപ്പെടുത്താൻ ഉത്തമമാണ്. മൂന്നാമത്തേത് വ്രതമാണ്. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. നാലാമത് തൊഴിൽ നീതി. ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണ സത്യസന്ധത പുലർത്തുക. ശനി കർമ്മത്തിന്റെ ദേവനായതിനാൽ സത്യസന്ധരായവരെ അദ്ദേഹം കൈവിടില്ല. അഞ്ചാമത്തേത് ആത്മീയ യാത്രകളാണ്. പർവ്വത പ്രദേശങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളും ഒക്കെ സന്ദർശിക്കുന്നത് നെഗറ്റീവ് ഊർജം മാറാൻ സഹായിക്കും. ശനി ഒരു ഭീഷണി അല്ല, മറിച്ച് ഒരു ഗുരുനാഥനാണ്. അമിതമായ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനും കഠിനാധ്വാനത്തിന്റെ വില മനസ്സിലാക്കാനും ശനി നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ രാശിയിൽ ഇനിയിപ്പോൾ അനുകൂലമില്ലെങ്കിൽ പോലും പരിഭ്രാന്തരാകേണ്ടതില്ല. പരീക്ഷണങ്ങളെ ധീരമായി നേരിടാനും സ്വയം നവീകരിക്കാനുമുള്ള അവസരമായി ഈ കാലഘട്ടത്തെ കാണുക. ഓർക്കുക, ഇരുണ്ട മേഘങ്ങൾക്കിടയിലൂടെയാണ് സൂര്യൻ കൂടുതൽ തിളക്കത്തോടെ ഉദിച്ചു വരുന്നത്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.